ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ വെറൈറ്റി ചൈനീസ് ഡിഷാണ്. ഗോബി ചില്ലി സെമി ഗ്രേവി റെസ്റ്റോറൻറ്റ് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകാം. ചില്ലി ഗോബിയുടെ മിസംബിൾ റെഡിയായി. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓണിയൻ ക്യൂബ് കട്ട്, ക്യാപ്സിക്കം ക്യൂബ് കട്ട്, ചോപ്പ്ഡ് ഗാർലിക്, സ്ലൈസ്ഡ് ഗ്രീൻ ചില്ലി, ചോപ്പ്ഡ് ജിഞ്ചർ, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, റെഡ് ചില്ലി പേസ്റ്റ്. എഗ് വൈറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലവർ, മൈദ, സൺഫ്ലവർ ഓയിൽ. കോളിഫ്ലവർ, ഗോബി ക്യൂബായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് അതിൽ വിനെഗർ ഒഴിക്കുക, ഉപ്പ് ഇടുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പുഴുക്കളും വിഷാംശവും പോകാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ച് കഴുകുന്നത്. ശേഷം ബാറ്റർ ഉണ്ടാക്കി ബാറ്ററിൽ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യാം. രണ്ട് സ്പൂണ് മൈദ ഇടുക. ശേഷം 1 സ്പൂണ് കോൺഫ്ലവർ, എഗ് വൈറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്. ഇനി സോയാ സോസ്, സ്വല്പം ഉപ്പും. നമ്മളെ ബാറ്റർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നമ്മൾ ഗോബി ആഡ് ചെയ്യാം. നമുക്കിനി സൗത്ത് ഇന്ത്യൻ കേരള ഗ്രേവിയും ചൈനീസ് ഗ്രേവിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. കേരള ഉപ്പ് പാകത്തിലാകുമ്പോഴാണ് രുചി വരുത്തുന്നതെങ്കിൽ ചൈനീസ് മധുരം, പുളി, ഉപ്പ്, എക്സ്ട്രാ അജിനോമോട്ടോയും ഉപയോഗിക്കുന്നവരുണ്ട് രുചിക്ക് വേണ്ടി. ഈ സോസിലെല്ലാം സാൾട്ട് ഉള്ളതിനാൽ അവസാനം ഡിഷ് ഫിനിഷിംഗ് ടൈം ചെക്ക് ചെയ്ത് മാത്രം സാൾട്ട് ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആണ് ഒഴിക്കേണ്ടത്. വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ബാലൻസ് ഇല്ല ബാറ്റർ ഒഴിക്കാവുന്നതാണ്. ഫുഡ് കളറോ അജിനോമോട്ടോ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയ ഗോബി ചില്ലി സെമി ഗ്രേവി എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.